ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണുമെന്ന് PV അൻവർ MLA. റിട്ടയർഡ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. സോളാർ കേസ് അട്ടിമറിച്ചതിലും എടവണ്ണ റിദാൻ വധത്തിലും MR അജിത് കുമാറിന് പങ്കുണ്ടെന്ന് MLA ആരോപിച്ചു. MR അജിത് കുമാറിനെതിരെയുള്ള പരാതികളിൽ വിശദമായ അന്വേഷണം വേണം. ADGP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാവണം അന്വേഷണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നാളെ പോയി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് കേരളത്തിലെ നല്ല IPS ഓഫീസർമാരുണ്ട്. വിശ്വസ്തനായ ഒരു പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കാൻ പോകുന്നത് ഒരു റിട്ടയർഡ് ജഡ്ജിയെ ഈ കേസിൻ്റെ നിരീക്ഷണത്തിന് ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതുകൂടി സാധ്യമാക്കിക്കൊണ്ട് ഈ കേസുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സരിതയുമായി സൗഹൃദമുണ്ടായിരുന്ന അജിത് കുമാർ സോളാർ കേസ് അട്ടിമറിച്ചു. CBIക്ക് പോലും വ്യക്തമല്ലാത്ത മൊഴികൾ നൽകാൻ പ്രേരിപ്പിച്ചു. ഏറ്റവും ഇടതുപക്ഷ പ്രസ്ഥാനം ഏറ്റവും അതിശക്തമായ സമരം നടത്തിയ ഒരു കേസായിരുന്നു സോളാർ കേസ്. ആ സോളാർ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നും ഇവിടെ അതിലെ കേസുമായി ബന്ധപ്പെട്ട വാദികൾക്ക് നീതി കിട്ടിയില്ല എന്നുമൊക്കെയുള്ള ഒരു ചർച്ച ഇന്നും രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പം സോളാർ കേസ് കയറി അതിൻ്റെ പ്രധാന ഉത്തരവാദി ഈ പറയുന്ന MR അജിത് കുമാർ ആണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാം അദ്ദേഹം. അതൊക്കെ ഇനി അന്വേഷിക്കുന്ന നാളെ ഇതിനൊക്കെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ. എടവണ്ണ റിദാൻ വധക്കേസിൽ സുജിത് ദാസിനും MR അജിത് കുമാറിനും പങ്കുണ്ട്. MR അജിത് കുമാർ കണ്ണിയായ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ വിവരങ്ങൾ കൈവശമുള്ളതിനാണ് കൊലപാതകം. തെളിവുകൾ നശിപ്പിച്ചെന്നും വ്യാജ കഥകൾ ഉണ്ടാക്കിയെന്നും MLA പറഞ്ഞു. എടവണ്ണയിൽ നിദാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തലക്ക് വെടിയേറ്റ് മരണപ്പെട്ട ഒരു സംഭവം ഏകദേശം 1.5 വർഷം മുമ്പാന്ന് തോന്നുന്നു എനിക്കുണ്ടായി. എൻ്റെ നാട്ടിൽ എൻ്റെ അടുത്താണോ 1-2 കിലോമീറ്റർ. അന്നേ ഇതിൻ്റെ ദുരൂഹതകൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. ഈ മരിച്ചവൻ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കരിപ്പൂരിൽ നടക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ അവൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ ഫോണ് വേറൊരു കേസിൽ കുടുക്കിക്കൊണ്ട് തട്ടിയെടുക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തി. അതിലത് പരാജയപ്പെട്ടു. മാത്രമല്ല ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാനിത് വെളിപ്പെടുത്തുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇനി പൂർണ്ണമായിട്ടും ഇനി വരാൻ പോകുന്ന അന്വേഷണത്തിന് പരിധിയിൽ വരേണ്ടതാണ്. MR അജിത് കുമാർ കവടിയാർ കൊട്ടാരത്തിന് സമീപം വീട് നിർമ്മിക്കുന്നതിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും MLA അഭ്യർത്ഥിച്ചു. കൈരളി ന്യൂസ്, മലപ്പുറം.